ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നതെന്ന് പറയാം. കാരണം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മത്സരങ്ങളുള്ള പരമ്പരയാണ്. 5 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉണ്ടാവുക. 5 ടെസ്റ്റുകളാണ് ഉണ്ടാവുക. അതായത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ടുള്ള മത്സരങ്ങളാണ്. കാരണം ഈ പരമ്പര വിജയിച്ചെങ്കിലേ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇടമുറപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ഇരു ടീമുകൾക്കും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും ഈ പരമ്പര എന്നത് വളരെ നിർണായകമാണെന്ന് പറയാം. അവസാന പരമ്പരകൾ ജയിച്ചത് ഇന്ത്യയായിരുന്നു. 2023-24 എഡിഷന് ഇന്ത്യയായിരുന്നു പരമ്പര വിജയിച്ചത്. 2-1 ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയായിരുന്നു. അവസാനം 2 പരമ്പരകളും ഇന്ത്യയാണ് വിജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ വെച്ച് ഏറ്റ പരാജയവും അതും ഇന്ത്യക്കൊരു ഭീതി ഉണർത്തുന്നുവെന്ന് ഞാൻ പറയാം. ഏതായാലും ഓസ്ട്രേലിയ കപ്പ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പാറ്റ് കുമ്മിൻസാണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ. ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ചെത്തുന്നത് ഇന്ത്യൻ ടീമിന് ആത്മവിശ്വാസം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം അശ്വിനും കൂടെ ഉള്ളപ്പോൾ ഉറപ്പായിട്ടും അത് ഇന്ത്യൻ ടീമിന് ആത്മവിശ്വാസം പകരും. പിന്നെ ഓസ്ട്രേലിയയിലും പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ ബാറ്റ് ചെയ്യുന്നുവെന്നനുസരിച്ചിരിക്കും ഇന്ത്യയുടെ വിജയമെന്ന് പറയാം. അപ്പോൾ നവംബർ 22-നാണ് ആദ്യ മത്സരം. അതായത് ആദ്യ മത്സരം ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 22-ന് ആദ്യ മത്സരം. നവംബർ 22 മുതൽ 26 വരെ പെർത്തിൽ നടക്കും ആദ്യ മത്സരം. രണ്ടാം മത്സരം ഡിസംബർ 6 മുതൽ 10 വരെ അഡ്ലൈഡ് ഓവലിൽ നടക്കും. മൂന്നാം മത്സരം ഡിസംബർ 14 മുതൽ ഡിസംബർ 18 വരെ ഗബയിൽ നടക്കും. നാലാം മത്സരം, അതായത് ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന നാലാം മത്സരം ഡിസംബർ 26 മുതൽ ഡിസംബർ 30 വരെ മെൽബണിൽ നടക്കും. അവസാന മത്സരം ജനുവരി 3 മുതൽ ജനുവരി 7 വരെ സിഡ്നിയിൽ നടക്കും. അങ്ങനെ മൊത്തം 5 മത്സരങ്ങളുള്ള പരമ്പരയാണുള്ളത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ആദ്യ പതിപ്പ് നടക്കുന്നത് 1996-97 ആ ഒരു കാലഘട്ടത്തിലാണ്. അത് ഇന്ത്യയിലായിരുന്നു ആദ്യ പരമ്പര നടക്കുന്നതെന്ന് പറയാം. ആദ്യ പരമ്പര നടക്കുന്നത് ഇന്ത്യയിലാണ് 1996-97 കാലഘട്ടം. ഇതുവരെ 56 മത്സരങ്ങളാണ് ഇരു ടീമുകളും കളിച്ചിട്ടുള്ളതെന്ന് പറയാം. അതിലേറ്റവും കൂടുതൽ തവണ പരമ്പര വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. 10 ഇതാണ് വിജയിച്ചിരിക്കുന്നത്. ഒരെണ്ണം സമനിലയിൽ അവസാനിച്ചു. അപ്പോൾ ഇന്ത്യക്കാണ് മുൻതൂക്കം എന്ന് പറയാം ഈ പരമ്പരയിൽ. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഓസ്ട്രേലിയക്കായിരുന്നു മുൻതൂക്കമെങ്കിലും പിന്നീട് MS ധോണിയൊക്കെ ക്യാപ്റ്റനായതോടുകൂടി ഇന്ത്യ അത് തിരിച്ചു പിടിക്കുകയായിരുന്നു. പിന്നീട് MS ധോണി, വിരാട് കോഹ്ലി, അങ്ങനെ ടീം ഇന്ത്യ തിരിച്ചു പിടിക്കുകയായിരുന്നു പറയാം. ഏതായാലും നല്ല ഒരു വീറുറ്റ മത്സരങ്ങളാണ് ഇനി കാണാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഓസ്ട്രേലിയൻ പിച്ചുകളിലെ ഇതറിയാമല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയിലെ ആ പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബോൾ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഇന്ത്യയുടെ വിജയമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉത്സവമാണെന്ന് പറയാം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് സീരീസ്. ഇതിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. 3262 റൺസാണ് സച്ചിൻ നേടിയിരിക്കുന്നത്. ആ റെക്കോർഡ് ഇതുവരെ ആരും മറികടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ആദ്യ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പെർത്തിൽ. എല്ലാ കണ്ണുകളും പെർത്തിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.